എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. 2026 അസംബ്ലി ഇലക്ഷന്റെ വാതിക്കൽ നമ്മൾ നിൽക്കുകയാണ്. ഇലക്ഷന്റെ പ്രചാരണങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആരായിരിക്കും ജയിക്കാനുള്ള സാധ്യത, തോൽക്കാനുള്ള സാധ്യത, BJP എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ BJPക്ക് പറഞ്ഞിരുന്ന സീറ്റുകളുടെ എണ്ണം ഏറെക്കുറെ 10ഓളം സീറ്റുകളാണ്. നാളുകൾ മുൻപിലേക്ക് പോയി, പ്രചാരണം വളരെ വേഗതയിലായി. നാളിപ്പോൾ ഏറെക്കുറെ ഇലക്ഷനോട് അടുത്ത് നിൽക്കുമ്പോൾ, പ്രചരണങ്ങൾ അവസാനിക്കണം എന്നുള്ള സമയത്തോട് അടുത്തെത്തുമ്പോൾ BJPയുടെ സാധ്യത വല്ലാതങ്ങ് മങ്ങുകയാണ്. ആദ്യമുണ്ടായിരുന്ന 10 എന്ന സീറ്റ് കുറഞ്ഞ് 5ആയിട്ടും ഇപ്പോൾ 2 ചിലപ്പോൾ ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല എന്ന മേഖലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനുള്ള കാരണം BJPയുടെ ഭാഗത്തും തന്നെ ഉണ്ടായതാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. BJP തിരുവനന്തപുരം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മുഴുവൻ ഏതാണ്ട് വലിയ സംഭവമാക്കി മാറ്റാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഇവിടെ ഉണ്ടാക്കിയെടുത്തു. എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും നടന്നിട്ടില്ല, നടക്കാനുള്ള സാധ്യതയുമില്ല. ഇവരങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയോ കോർപ്പറേഷനുകളുണ്ട്, അവിടൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പുരോഗമനം ഉണ്ടാകണമായിരുന്നു. അത്തരത്തിലൊരു പുരോഗമനമൊന്നും എവിടെയും കാണുന്നില്ല എന്ന കാരണത്താൽ തിരുവനന്തപുരം ഇപ്പോൾ അവർ തകർത്ത് കളയും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യും. കാരണം കേരളം പിടിച്ചെടുക്കുക എന്നൊരു അജണ്ട കയ്യിലുള്ളതുകൊണ്ട് അത് അതിന്റെ വഴിക്ക് പോട്ടെ. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ MLA ഉണ്ടാകുന്നത് ശ്രീ O രാജഗോപാലിന്റെ നേമത്തുള്ള വിജയത്തോടു കൂടിയാണ്. മൂപ്പര് ഒറ്റയ്ക്ക് 5 കൊല്ലം നിയമസഭയ്ക്കകത്ത് ഇരുന്നു, പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ കഴിയാതെ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അടുത്തു വന്ന ഇലക്ഷനിൽ BJPക്ക് പിന്നെയും 5ഓളം പേര് കയറുമെന്ന് പറഞ്ഞു, 0യിലേക്ക് അധപ്പതിച്ചു. പിന്നീട് അത് തന്നെയായിരുന്നു BJPയുടെ ഗതി. പിന്നെ ഗതി മാറിയതുപോലൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാകുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭ്യമായതുമാണ് വലിയ മാർജിനിൽ ഇവിടെ BJPക്ക് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങാനുള്ള കാരണം. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല. BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. അത്രയ്ക്ക് കാശ് പമ്പ് ചെയ്യാൻ അവരുടെ കയ്യിലുണ്ട്. മോദി മന്ത്രിസഭ ആദ്യ റൗണ്ടിൽ എത്തുമ്പോൾ നോട്ട് പിൻവലിക്കൽ നടത്തിക്കൊണ്ട് മറ്റിതര രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സാമ്പത്തിക നിലയെ അസ്തമിപ്പിക്കുകയും അല്ലെങ്കിൽ ക്ഷയിപ്പിക്കുകയും BJPയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇവരുടെ കയ്യിൽ ആദ്യം തന്നെ ഭരണം കിട്ടുമ്പോൾ ഇവരുടെ ഭാഗത്തേക്ക് ഭാരതത്തെ പിൽക്കാലത്ത് കൊണ്ടെത്തിക്കാനുള്ള എല്ലാ ചരടുവലികളും നടത്തി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനാവശ്യമായ എല്ലാ നിലകളിലും, രാഷ്ട്രീയ നിലകളിൽ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യും, ആൾക്കാരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് കുതിരക്കച്ചവടം നടപ്പിലാക്കുന്നത് അങ്ങനെ ചെയ്യും, ആൾക്കാരെ ഗവൺമെന്റിന്റെ ഓഫീസുകൾ വെച്ച് ആൾക്കാരെ നശിപ്പിക്കാൻ കഴിയുന്നതിനെ അങ്ങനെ ചെയ്യും. ചെയ്യേണ്ടതെല്ലാം വളരെ കൃത്യമായി ചെയ്യുന്നത് അജണ്ട തയ്യാറാക്കി ചെയ്യുകയാണ്. അതുപോലെ പൂജകൾ, പ്രാർത്ഥനകൾ, കാര്യങ്ങളെല്ലാം അതേ കണക്കിന് നടത്തിക്കൊണ്ടുവരികയാണ്. ഏതായാലും ഇപ്പൊ 3.0യിൽ എത്തി നിൽക്കുമ്പോൾ ഏറെക്കുറെ ഭാരതം മുഴുവൻ ഹിന്ദു രാഷ്ട്രമാകാനുള്ള സാധ്യത തെളിച്ചു നിർത്തിയിരിക്കുകയാണ്. 2025 ഇതിനെ ഹൈന്ദവ രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനായിരുന്നു ശ്രമം. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ പ്രതീക്ഷിച്ച പോലെയുള്ള വിജയം ലഭ്യമാകാതെ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ നീങ്ങാതെ ഒരു ഘട്ടത്തേക്ക് കൂടി അവർ വെയിറ്റ് ചെയ്യുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന BJPയുടെ അധ്യക്ഷനെയൊക്കെ മാറ്റി നോർത്ത് ഇന്ത്യൻ അധ്യക്ഷനെ കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വിജയം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് താൻ. അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പൊ തന്നെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ BJPയോട് ചേരുന്നത് ലീഡർ K കരുണാകരന്റെ മകള്, AK ആന്റണിയുടെ മകന്, PC ജോർജ് മകന്, വെള്ളാപ്പള്ളി മകന്, ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചേരുന്ന ഒരു രംഗം നമ്മൾ കാണുക. ഏറ്റവും ഒടുവിൽ നല്ലൊരു രാഷ്ട്രീയ പാർട്ടി എന്ന ഇംപ്രസ് ഉണ്ടാക്കിയെടുത്തിരുന്ന 2020യും കൂടി BJPയിലേക്ക് ചേർന്നില്ല. അതുപോലെ അതോടുകൂടി 2020യുടെ പ്രഭ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിന്റെ ശോഭ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു മതത്തിന് വേണ്ടിയോ ഒരു ഇടപാടുകൾക്ക് വേണ്ടിയോ നിൽക്കുന്നില്ല എന്ന് ഒരു പ്രത്യേക സ്റ്റാൻഡ് പുലർത്തിയിരുന്ന
2020 ഒറ്റച്ചാട്ടത്തിന് മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന തീവ്ര മത സംവിധാനമായ BJP-യിലേക്ക് ചേർന്നത് നാണക്കേടായി പോയി. അതുകൊണ്ട് തന്നെ അവരിനി നിലം തൊടാതെ പോകാനാണ് സാധ്യത. അത് അതിന്റെ വഴിക്കും പോട്ടെ. ശ്രീ സുരേഷ് ഗോപി ജയിച്ച് MP ആയി വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എന്തൊക്കെയോ വലിയ സംഭവം നടക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു ചുണ്ണാമ്പ് നടക്കുന്നില്ല. മാത്രമല്ല, അയാളുടെ അഹങ്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ കേട്ട് ആൾക്കാരും മടുത്തു കഴിഞ്ഞു. ഇനി പുള്ളി നിന്നാൽ കെട്ടിവെച്ച കാശ് തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ ഓരോ മേഖലയായിട്ട് എടുത്തു നോക്കിയാൽ ജയസാധ്യതയ്ക്കുണ്ടായിരുന്ന ഗോപാലകൃഷ്ണൻ ഗുരുവായൂര് എന്തുകൊണ്ടൊരു ഹിന്ദു MLA വന്നുകൂടാ എന്ന ചോദ്യം ചോദിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ വില ഇടിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, അവരുടെ വാക്കുകൾക്ക് വലിയ വിലയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 350 രൂപ ഗ്യാസിന് വില കിടന്ന സമയത്ത് കാളവണ്ടിയിൽ യാത്ര ചെയ്യുകയും അടുക്കളയിൽ പാചകം ചെയ്യാൻ അമ്മമാർക്ക് നിവർത്തിയില്ല എന്ന് പറയുകയും ചെയ്ത സഹോദരി ഇന്ന് BJP-യുടെ ഭരണം കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഗ്യാസിന് വില 922 രൂപയാണ്. 1000 തൊടാൻ മണിക്കൂറുകൾ മാത്രം. ഇപ്പൊ ശോഭയ്ക്ക് ഒന്നും പറയണ്ട. അപ്പൊ ശോഭ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, രമേശ് പിഷാരടി എന്ന UDF സ്ഥാനാർത്ഥി പാലക്കാട്ടെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ BJP കൗൺസിലർ ഒരു സ്ത്രീ പിടിച്ചു നിർത്തുകയാണ്. താങ്കൾ ഇവിടെ വരണ്ട. അപ്പൊ ശരിക്കും കണ്ണൂരിലൊരു പാർട്ടി ഗ്രാമം പ്രവർത്തിക്കുന്നത് പോലെ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ കൗൺസിലർ ഞങ്ങളുടെ അടുക്കലേക്ക്, ഞങ്ങളുടെ ഏരിയയിലേക്ക് ഒരു UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ എത്ര ബാലിശമാണ് ഇവരുടെ തലച്ചോറെന്ന് നോക്കിയേ. പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൽ ഇവരിത് ചെയ്യുന്നു എങ്കിൽ നോർത്ത് ഇന്ത്യയുടെ ഗതി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അക്രമ രാഷ്ട്രീയം കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ചെയ്തെടുക്കുന്ന വൃത്തികേടുകൾ കേരളത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ കച്ചി പിടിക്കില്ല. അതോടുകൂടി ശോഭാ സുരേന്ദ്രന്റെ വിലയും ഇടിഞ്ഞു, ജയിക്കില്ലെന്ന് ഉറപ്പായി. ഇനി ഇങ്ങ് തെക്കോട്ട് പോന്നാൽ പൂഞ്ഞാറ് PC ജോർജും പാലായിൽ മൂപ്പരുടെ മകന്റെയും പ്രകടനങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് PC വാതുറന്ന തെറിയ പുറത്തുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജയിക്കാനുള്ള സാധ്യതയിലാണ് പുള്ളി നിൽക്കുന്നത്. SCRയോട് ബന്ധപ്പെട്ട് അച്ഛന്മാർ പറഞ്ഞ നിലപാടുകളെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറയുകയാണ്, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4 പറയാമെന്ന്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിവരക്കേടുകൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ഇലക്ഷന് കുറച്ച് വോട്ട് കിട്ടാനുള്ളതായതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, അത് കഴിഞ്ഞും പറയാം. അയാളുടെ കാര്യവും തീരുമാനമായി. അയാളുടെ മകൻ പറയുകയാണ്, FCR നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല, BJPക്ക് അതിന് വ്യക്തമായ ഒരു നിലപാടുണ്ട്, ക്രൈസ്തവരാരും പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ സ്വത്തുവകകൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. എന്നെ ചിന്തിപ്പിച്ചത് 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷന്റെ സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ PC-യും മോൻ ഷോണും ഒക്കെ BJPയിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണലിന്റെ സമയത്ത് ഇവന്മാരൊക്കെ BJPയിൽ ഉണ്ടാവുമെന്ന് ആർക്കറിയാം? അതോ മറ്റേതെങ്കിലും പാർട്ടി കയറുമെന്ന്? കാരണം അതാണ് അവരുടെ രീതി. അതുകൊണ്ട് ഇവരുടെ വാക്കിനൊന്നും നമുക്ക് വില കൽപ്പിക്കാൻ പറ്റത്തില്ല. പാലായിലും പൂഞ്ഞാറും ഒന്നും കെട്ടിവെച്ച കാശ് കിട്ടാനുള്ള സാധ്യതയും കാണുന്നില്ല. അവിടെ നിന്ന് തെക്കോട്ട് വന്നാൽ തിരുവനന്തപുരത്തിന്റെ ഗതിയാണ്. തിരുവനന്തപുരത്തിൽ ജയസാധ്യത പറഞ്ഞിരുന്ന പല ആൾക്കാരുമുണ്ട്. അതിലൊന്നാണ് രാജീവ് ചന്ദ്രശേഖർ, 2 ശ്രീലേഖ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനുള്ള സാധ്യതകൾ പകുതിയോളം ദൂരം മങ്ങാതെ നിന്നതാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ നഗ്നസന്യാസിമാർ ഇതിലെ യാത്ര ചെയ്യുകയും രാജീവ് ചന്ദ്രശേഖരനെ അനുഗ്രഹിക്കുകയും ചെയ്തതോടുകൂടി നേമത്തുള്ള പ്രബുദ്ധരായ ജനം കഥ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് ചന്ദ്രശേഖരന് ഇടിവുണ്ടാക്കി. അത് മറ്റാർക്കെങ്കിലും വിജയത്തിലേക്ക് സാധ്യത ചൂണ്ടി വച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അടുത്തത് ശ്രീലേഖയാണ്. അദ്ദേഹം ഒരു നല്ല IPS ഓഫീസറാണെന്നതിന് സംശയമൊന്നുമില്ല. നല്ല ഭരണം, നല്ല ഔദ്യോഗിക വൃത്തി അവർ കാഴ്ചവെച്ചു എന്നുള്ളതും ശ്ലാഘനീയമായ കാര്യമാണ്. ആദ്യത്തെ IPS ഓഫീസർ എന്നൊക്കെ പറയുന്ന മാന്യത സൂക്ഷിച്ച ആളാണ്. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിച്ചോളാൻ പറഞ്ഞാൽ ചവച്ചു കുടിക്കുന്ന ഒരു പ്രകൃതമാണ് ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളി വിളിച്ചുകൊണ്ടിരുത്തി അവരെ വല്ലാതെ സംസാരിച്ച് അവരുടെ നിർമ്മലമായ മനസാക്ഷി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പണ്ട് ടോമിൻ തച്ചങ്കരിയോടുണ്ടായിരുന്ന പിണക്കം, അവരുടെ യൂണിഫോം ധാരണത്തെക്കുറിച്ച്
ഏതുണ്ടോ ഓഫീസർ മോശമായി സംസാരിച്ചു എന്ന്, ആരോ അവരുടെ അടുത്ത് മോശമായി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ട് അവർ സംസാരിച്ചു. അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയക്കാര് സംസാരിക്കാൻ പാടില്ല. അപ്പൊ അവരിപ്പോ ആത്മീകത്തിന്റെ പാതയിലെന്നാണ് അവർ പറയുന്നത്. ആത്മീകം അവർക്ക് യോജിക്കുമായിരിക്കും. IPS അത്ര കണ്ട് യോജിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാഷ്ട്രീയം അവർക്കൊക്കെ ഇല്ല. ജയിച്ച് പുറത്തു വന്ന ഉടനെ അവർക്ക് മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു. മേയർ ആകാൻ പറ്റാത്തതിന്റെ പ്രതിസന്ധി അവരുടെ മുഖത്തിൽ അങ്ങ് തെളിച്ചു കാട്ടിയ ഒരു മാഡമാണ്. പിന്നീട് അവിടെ ചെന്ന് VK പ്രശാന്തിനോടും പ്രയാസമുണ്ടാക്കി അയാൾ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. മോദി വന്നപ്പം കൈകൊടുക്കാത്തതിന്റെ പ്രതിസന്ധി, പിന്നെ എല്ലാം കൂടെ ചേർന്ന് അവർ ഒരുപാട് പരുവക്കേടുകൾ ശരിക്കും മുഖത്ത് തെളിച്ച് കാണിച്ച ഒരു മാഡമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ആത്മീകത്തിന്റെ പാതയിൽ തിരിഞ്ഞുവെങ്കിൽ കൊള്ളാം, അത് നല്ലതായിരിക്കും, അവർക്ക് സ്യൂട്ട് ആവും. പക്ഷേ ഈ രാഷ്ട്രീയം അവർക്ക് ഒക്കും തോന്നില്ല. കാരണം കുറച്ച് കൊള്ളാന്നുള്ള അളവിൽ മാന്യതയും സത്യസന്ധതയും ഒക്കെ പുലർത്തുന്ന ഒരു മാഡമാണ് അവരെന്നാണ് എന്റെ വൈപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയൊരു ഫീൽഡേ അല്ല ഈ പറഞ്ഞ രാഷ്ട്രീയം. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളിലും BJP-ക്കാർക്ക് സാധ്യതകൾ മങ്ങുകയാണ്. എങ്കിലും ചില സീറ്റുകളെങ്കിലും പിടിക്കുവാൻ വേണ്ടി കോടികളാണ് വാരി എറിഞ്ഞിരിക്കുന്നത് BJP. വട്ടിയൂർക്കാവിന്റെ ഏത് ഭാഗത്ത് പോയാലും ശ്രീലേഖയുടെ BJP-യുടെ ഫ്ലക്സുകളെ കാണാനുള്ളൂ. പല മോഡലിൽ സിനിമാ നടിയെ പോലെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് നിരത്തിയിരിക്കുന്ന രംഗങ്ങൾ. ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയുടെ മകനാകെ സൈക്കിളിൽ ചവിട്ടി നടന്ന് പരസ്യം നടത്തുകയാണ്. വിദേശത്തൊരിടത്തും ഇങ്ങനത്തെ ഒരു ഇതില്ല. വളരെ വൃത്തികെട്ട വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയധികം ഫ്ലക്സുകളൊക്കെ വാരി നിരത്തേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. വല്ലാതെ സമ്പത്ത് വാരി ഇറക്കുകയാണ് വെട്ടിയൂർക്കാവിൽ 3 പാർട്ടിക്കാരും ഒരുപോലെ. കേട്ടോ, 3 പാർട്ടിക്കാരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, BJP ഇക്കാലത്ത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും പുറത്തു നിൽക്കേണ്ടി വരുമെന്നാണ് സൂചന. ഇതിനോട് ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ള ഭാഗത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ഈ ഒടുവിലത്തെ ആഴ്ച FCRA കുറിച്ച്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട്, അതിന്റെ ഒരു അമെന്റ്മെന്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിദേശത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ വരുത്തി പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഇവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അവയിൽ കൂടുതലും മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന NGOs ആണ്. അതിൽ കൂടുതൽ ക്രൈസ്തവരുടേതാണ്. ഇസ്ലാമിൻ്റെതുകൊണ്ട്, ഹിന്ദുവിൻ്റെതുകൊണ്ട്, ക്രൈസ്തവരുടേതാണ് കൂടുതൽ. അവരിങ്ങനെ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലല്ല, ത്രൂ ഔട്ട് ഇന്ത്യ. സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്, സ്ഥലങ്ങൾ ഒത്തിരി മേടിച്ചിട്ടുണ്ട്, അനാഥാലയങ്ങളുണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സമൂഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വാരി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ മോഡി ആദ്യം കയറി കഴിഞ്ഞപ്പോ ചെയ്ത പരിപാടി, ഇവിടെയുള്ള ന്യൂനപക്ഷക്കാരുടെ കോട്ടകൾ തകർക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുക. ഇതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ അജണ്ട. അതിനുവേണ്ടി ചെയ്തത്, അവരിലേക്ക് കാശ് പമ്പ് ചെയ്യാൻ സാധ്യതയുള്ള അവരുടെ അക്കൗണ്ട്സ്, FCRA അക്കൗണ്ട് എല്ലാവർക്കും, ആ അക്കൗണ്ട്സിനെ ഫ്രീസ് ചെയ്തു. ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു, അവകൾ റിന്യൂ ചെയ്യാൻ പറ്റാതാക്കി മാറ്റി, അവകളെ വർക്ക് ചെയ്യാതാക്കി. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാണ് ഈ കാര്യം ചെയ്യുന്നത്. അതുവഴി അവരുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം BJP ചെയ്തത് നോട്ട് പിൻവലിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസകളെ വെറും പേപ്പറുകളാക്കി മാറ്റുകയും ഇവരുടെ കാര്യങ്ങളെ സംരക്ഷിക്കുകയും, ഏതായാലും ഇവർക്കിപ്പോ ആവശ്യത്തിന് കാശുണ്ട്, മറ്റൊരു പാർട്ടിക്കാർക്കും കാശില്ല, അപ്പൊ അവരെ ഫ്രീസ് ചെയ്തു. രണ്ടാമത് മതപരമായി ക്രൈസ്തവരെയും ഇസ്ലാമിനെയും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി FCRA അവര് ഇപ്പൊ കുറച്ചു പേർക്ക് മാത്രമേ FCRA അക്കൗണ്ട് ഉള്ളൂ. ഇത് KP ഓപ്പനൊക്കെ ഉണ്ടായിരുന്ന എത്രയോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നും ഇപ്പോൾ വളരെ ചുരുക്കം അക്കൗണ്ട്സ് മാത്രമേ വർക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ആദ്യത്തെ റൗണ്ടിൽ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ഇനി പുറത്തു നിന്ന് കാശ് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു നിലയിലേക്ക് കൊണ്ടുവന്നു. അതുവഴി
ഇവരുടെ പ്രവർത്തനങ്ങളെ, നോൺ NGOസിന്റെ പ്രവർത്തനങ്ങളെ ഇവർ ഫ്രീസ് ചെയ്തു. ക്രൈസ്തവർ ഒരുപാട് ധർമ്മസങ്കടത്തിലായി. കാരണം പ്രവർത്തനം കമ്പാഷൻ എന്ന് പറഞ്ഞിട്ട് CSIക്കാരുടെയാണെന്ന് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഫണ്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുത്ത ആൾക്കാരെ പഠിപ്പിക്കുന്ന രീതി, അവകൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് അവകൾ പൂട്ടിപ്പോയിരിക്കുകയാണ്. എത്രയോ പേർക്ക് പഠന സാധ്യതകൾ ഉണ്ടായിരുന്ന കാര്യമാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, അതൊരു മതേതര സംവിധാനമായിരുന്നു. അതുപോലെ സകല സഭകളും നടത്തിക്കൊണ്ടുവന്നിരുന്ന, ഫോറിൻ സപ്പോർട്ടോടുകൂടി നടത്തിക്കൊണ്ടുവന്നിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ മുഴുവൻ തിരശ്ശീലയിട്ടു ഈ ഒരു പ്രവർത്തനത്തോടു കൂടി. നാളുകൾ ചിലത് മുമ്പിലേക്ക് പോയി. പിന്നെയും ക്രൈസ്തവരെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ മോഡി എടുത്ത അടുത്ത സ്റ്റേജ് ആണ് സ്റ്റേറ്റ് വൈസ് മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവന്നു. അത് ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ പോലും ആ സാധനത്തെ ഇവർ കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട ആൾക്കാരെ പിടിച്ച് ജയിലിലിടാനും അടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. ഇനി ഈ ബില്ല് ഇല്ലെങ്കിൽ പോലും ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അതത് സ്ഥലത്ത് ചോട്ടാ നേതാക്കന്മാരെ അഴിച്ചുവിട്ട് ദൈവമക്കളെ അടിക്കാനും ഉപദ്രവിക്കാനും പള്ളികൾ പിടിച്ചെടുക്കാനും ഇടിച്ചു നിരത്താനും യുവമാരുടെ കൊടി കൊണ്ട് കെട്ടാനും കാണിക്കാൻ പറ്റുമെന്നുള്ള മുഴുവൻ വൃത്തികേടുകളും ഇവർ കാണിച്ചു. എല്ലാ സ്ഥലത്തും നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇവർക്ക് വളരെയധികം അഴിഞ്ഞാടാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോർത്ത് ഇന്ത്യ കുറച്ച് ടൈറ്റാക്കി, നിയമപരമായി ടൈറ്റാക്കി. ഞാൻ പറഞ്ഞു ഭരണഘടനാപരമായി വിരുദ്ധമാണെങ്കിലും ഇവർ കൃത്യമായ മതപരിവർത്തനം എന്ന ഒരു ലെവലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് അവസാനം സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നു. ഇപ്പോൾ ഇവർ അടുത്തു കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റമാണ് FCRA കുറിച്ച് ഒരു പുതിയ അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഭാരതത്തിലേക്ക് എത്തുന്നത് ഭാരതത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കുമെന്നും ഇതിനകത്ത് ഭീകരവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ ഉള്ള പരിപാടികൾ വളർത്തിക്കൊണ്ട് കോടതിയുടെ മുൻപിൽ പോലും അതിനോട് ബന്ധപ്പെട്ട കേസുകൾക്ക് പോകുവാൻ വകയില്ലെന്ന നിലയിലാക്കി. വഖഫ് ബോർഡിന്റെ ഇടപാടിന്റെ വേറെ ഇടപാടാണ് ആക്കി തീർത്തുകൊണ്ട് FCRA ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഫോറിൻ കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് എന്തെങ്കിലും കെട്ടിടങ്ങൾ വെക്കുകയോ സ്ഥലം മേടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലെങ്കിൽ ആ വസ്തുവകകൾ ഗവൺമെന്റ് കണ്ടുകെട്ടും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനകൾ കണ്ടുകെട്ടും. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് ഭാരതത്തിലെവിടെയുമുള്ള അവർക്ക് പൂട്ടാൻ ഉദ്ദേശമുള്ള സ്ഥാപനങ്ങളെ പൂട്ടിക്കുക, അതുവഴി മതപരിവർത്തനത്തെ തടസ്സം ചെയ്യുക, അവരുടെ സ്വത്തുവകകൾ ഹിന്ദുവിൻ്റെതാക്കി മാറ്റുക, ആ സ്ഥാപനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ കൺവേർട്ട് ടു ദെയർ ഓൺ റിലീജിയൻ. ഇതാണ് നിയമപരമായി അവരുണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇടപാട്. ഇത് BJP ഇപ്പൊ തൽക്കാലത്തേക്ക് നിയമസഭയിൽ നിന്ന് പുറത്തു നിന്നെന്നും പറഞ്ഞ് എന്തെങ്കിലും ഇളവൊന്നും ഉണ്ടാകത്തില്ല. പുറത്ത് തൽക്കാലം നിൽക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവർ പുറത്തു നിന്നാലും അകത്ത് നിന്നാലും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയാണ്. അവരത് ചെയ്തെടുക്കും. നാളെ നമ്മളെ ആരെയെങ്കിലും ഇവര് മതപരിവർത്തകരാണെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുകയും തൂക്കിക്കൊല്ലണമെന്ന് വെച്ചാൽ അതോടെ ചെയ്യുകയും ചെയ്യും. അതിനുള്ള നിയമ സംവിധാനങ്ങൾ അവരുണ്ടാക്കിയെടുക്കും. അങ്ങനെ ബൈ എനി മീൻസ് ഈ രാജ്യം, ഭാരതം ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനും ഇതിനെ നശിപ്പിക്കാനുമാണ് അവരുടെ ഉദ്ദേശം. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മിഷനറിമാർ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അതെങ്ങനെ ഉണ്ടായിരുന്നു ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. വൃത്തിക്ക് വസ്ത്രം ധരിക്കാൻ ഇവരൊക്കെ പഠിച്ചത് സായിപ്പ് വന്നതുകൊണ്ട് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ വന്നതുകൊണ്ടാണ് ഭാരതത്തിലെ സകല ജനത്തിനും ഉലകത്തിലെ സകല ജനവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ഇവന്മാർക്കറിയാം. അതുകൊണ്ട് ഹിന്ദി നിർബന്ധമാക്കി ഇംഗ്ലീഷിനെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമമാണ്. ഇംഗ്ലീഷിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ക്രൈസ്തവരുടെ സഭകളെ പൂട്ടിക്കെട്ടണം, അവരുടെ വിദ്യാലയങ്ങളെ പൂട്ടിക്കെട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിനെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഭാരതത്തിലെ ജനം ലോകരാജ്യങ്ങളുമായി കണക്ട് ചെയ്താക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്താക്കി മാറ്റിയാൽ മാത്രമേ
ഈ ജനത്തെ ഇവരുടെ വറുതിയിൽ നിർത്താൻ പറ്റത്തുള്ളൂ. പഴയ ജാതി സിസ്റ്റം ഒക്കെ ഇവിടെ കൊണ്ടുവരാമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതൊന്നും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പൈശാചികൻ അവന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കിയിരിക്കുന്നു എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. നമുക്ക് ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടി ഭാരതമണ്ണിൽ. നമ്മുടെ അലസത കാരണം ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഈ ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. 2026 ജനറൽ കൺവെൻഷനുകളിൽ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിലെ പ്രസംഗകർ പ്രസംഗിച്ചത് നമുക്കൊരു MLA വേണമെന്ന നിലയിലേക്കാണ്. ഇനി അധപ്പതിക്കാൻ നമ്മൾ ബാക്കിയില്ല. അധപ്പതിക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം താഴേക്കിറങ്ങി നമ്മുടെ സഭകൾ അധപ്പതിച്ചിരിക്കുന്നു. ചെകുത്താൻ അവന്റെ സർവശക്തിയും ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെ അവർ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. രാഷ്ട്രീയമായി ഈ ചെകുത്താൻ ദാനിയേൽ പ്രവാചകന്റെ ഭാഷയിൽ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എടുത്തു പറയാമാകുന്നത് ശ്രീമാൻ മോഡി തന്നെയാണ്. ഉഗ്രഭാവം, ഉപായ ബുദ്ധി. ആ ബുദ്ധിയോടുകൂടി വളരെ കൃത്യമായി പ്രവർത്തിച്ച് ഭാരതത്തെ ദൈവമക്കൾ ഇല്ലാത്തൊരു രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ അദ്ദേഹം ബഹുഘാതം മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ദൈവമക്കൾ ഉണരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിയമങ്ങൾ നമുക്കെതിരാകുമെന്നതിന് സംശയം വേണ്ട. ഈ ഭാഗങ്ങൾ ചേർത്ത് വരുമ്പോൾ ക്രൈസ്തവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, കൈക്കലാക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് മൂവ് ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്ന് കയറി വന്നൊരു വാക്യം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന വാക്യമാണ്. സമ്പത്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന ജനം വെല്ലുവിളിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് രാജ്യത്തിന് നാശമുണ്ടാകുന്നത് എന്ന് റോമൻ ചക്രവർത്തിമാർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നീറോയൊക്കെ ദൈവമക്കളെ ഉപദ്രവിക്കുകയും അവരുടെ ഭവനങ്ങൾക്ക് തീ വെക്കുകയും ഭവനങ്ങൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന സമയം അയാൾ വീണ വായിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത്. അവർ ക്രൈസ്തവർ പട്ടാളത്തിൽ ചേരാറില്ലായിരുന്നു. കാരണം അന്നത്തെ ഗവൺമെന്റ് ദൈവത്തെ അംഗീകരിക്കാതിരുന്നത് കൊണ്ട്, അവരുടെ ചക്രവർത്തിയാണ് ദൈവമെന്ന് അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, അങ്ങനൊരു ദൈവത്തിന്റെ ജോലിക്കാരായിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവജനം മാറി നിന്നിരുന്നത് കൊണ്ട് അവരെ കൊല്ലാൻ തയ്യാറായിരുന്നു. അവരുടെ പ്രാർത്ഥനകൾ കാരണം ഇവരുടെ രാജ്യം നശിച്ചു പോകുന്നു എന്ന വിശ്വാസം അവിടെ പടർത്തിയവർ, അതുതന്നെയാണ് ഇന്ന് ഭാരത ഗവൺമെന്റ് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. മതപരിവർത്തനം ഏതാണ്ട് വലിയ നാശം പിടിച്ച കാര്യമാണെന്നും ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് ഏതാണ്ട് രാജ്യദ്രോഹമാണെന്നും ഇവരാക്കി തീർത്തിരിക്കുന്നു. ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത്, ജനത്തെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത്, ജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ജനത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയോടെ നിലനിർത്തുന്നത് ഒക്കെ രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. വസ്ത്രം ധരിക്കാതെ സ്വാമിമാർ ഭാരതത്തിന്റെ തെക്ക് വടക്ക് നടക്കുന്നതിനെ ഒരു മാന്യതയായും, വസ്ത്രം ധരിച്ചുകൊണ്ട് കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടി ദൈവഭക്തന്മാർ ഭാരതത്തിൽ നടക്കുന്നത് രാജ്യദ്രോഹമായും ഇവിടെ വായിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ തലകളെ ഉയർത്തേണ്ടത്. ഭാരതത്തിൽ മിഷനറിമാർ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സമയങ്ങളിൽ എത്തുകയും ഇംഗ്ലീഷുകാർ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നില്ല അവരുടെ ഉദ്ദേശം. ഈ രാജ്യത്തെ അനുഗ്രഹിക്കപ്പെട്ട മേഖലയിലേക്ക് വളർത്തുകയായിരുന്നു. അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നിർമ്മിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ജനം ഇത്രയും ബോധമുള്ളവരായി മാറിയത്. നിയമവ്യവസ്ഥിതികൾ ഇവിടെ കൊണ്ടുവന്നു. ഭരണഘടനയ്ക്ക് വാസ്തവത്തിൽ ഇത്തരത്തിലൊരു രൂപം ഉണ്ടായത് തന്നെ ഇതിന്റെ ശില്പികൾക്കൊക്കെ മറ്റുതര രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇവർക്കൊക്കെ ബന്ധമില്ലാതിരുന്നു എങ്കിൽ ഡോക്ടർ BR അംബേദ്കറിനായാലും നെഹ്റുജിക്കായാലും അന്നുണ്ടായിരുന്ന രാഷ്ട്രതന്ത്രജ്ഞന്മാർക്കായാലും മറ്റുതര രാജ്യങ്ങളുമായി കൃത്യമായ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു ഭരണഘടന ഭാരതത്തിന് പ്രദാനം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കെഴുത്ത്, നമ്മുടെ രാജ്യത്തെ ഇത്തരം മേത്തരമായൊരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് വിദ്യാഭ്യാസമാണ്, മതത്തിന്റെ കൃത്യമായ ഇടപെടലാണ് എന്നതിന് സംശയമേ വേണ്ട.
അവകൾ മുഴുവൻ അൺഡു ചെയ്ത് പുറകിലേക്ക് പോകാൻ വേണ്ടി ഈ ഗവൺമെന്റ് കാണിക്കുന്ന ആവേശം രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടിയാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമുക്കിവിടെ നമ്മുടെ രാജ്യമൊന്നും വേണമെന്നില്ല. നമ്മുടെ സമ്പത്തുകൾ ഇവർ അപഹരിക്കുമെന്നതിന് സംശയം വേണ്ട. അവകളൊക്കെ നടന്നുകൊള്ളട്ടെ. വചനം പറയുന്നത് ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എനിക്കും നിങ്ങൾക്കും ഈ ലോകം യോഗ്യമാവില്ല. FCRA തടസ്സം ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ബാധിക്കില്ലായിരിക്കാം. പക്ഷെ അടുത്ത നിയമങ്ങൾ വരുമ്പോൾ, നിയമക്കുരുക്കുകൾ വരുമ്പോൾ നമ്മളെ ബാധിക്കുന്ന സമയം ഉണ്ടാകും, സംശയം വേണ്ട. നമ്മളെ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന കാലം അനധിവിദൂരമല്ല. അത് ബൈബിൾ കൃത്യമായി പറയുന്ന കാര്യമാണ്. അതിനുവേണ്ടി സർവ്വസന്നാഹത്തോടും തയ്യാറെടുപ്പുകളോടും ഈ വർഗം കേരളത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ, കേരളത്തിലെ ക്രൈസ്തവർ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, നമ്മൾ തിരിച്ചറിയേണ്ടത് തലകളെ ഉയർത്തേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവരിവിടെ കരുപിടിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അവർ ഇവിടെ കരുപിടിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്പകാലം കൂടി നമുക്ക് ലഭ്യമായാൽ ഏകരക്ഷകനായ കർത്താവിനെ നാട്ടിൽ വിളിച്ചു പറയുവാൻ നമുക്ക് ഭാഗ്യവും അവസരവും ഉണ്ടാകട്ടെ. ഇനിയൊരു ചാൻസ് നമുക്ക് ലഭിക്കുമോ എന്ന് അറിയില്ല. ഇത് ചിലപ്പോൾ അവസാനത്തെ അവസരമായിരിക്കാം. അതുകൊണ്ട് FCRA കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതിന്റെ അർത്ഥം, FCRA ഇല്ലെങ്കിൽ പോലും മതപരിവർത്തന നിരോധന ബില്ലിവിടെ അവർ ഒപ്പിച്ചോട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പോലും ചുമ്മാ ഇവരോളം വയ്ക്കും, ചുമ്മാതെ ബഹളം വെക്കും. ആത്മീക കൂട്ടായ്മകൾക്കെതിരെ സംസാരമുണ്ടാകും. നിങ്ങൾ റോഡിലുടനീളം നോക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ റോഡുകൾ മുഴുവൻ ഉത്സവങ്ങളാണ്. റോഡുകളുടെ നടുക്ക് നല്ല ടാറ് കുത്തിപ്പൊളിച്ച് തൂണുകൾ നാട്ടി അവർ വർണ്ണക്കടലാസുകൾ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു ഗവൺമെന്റും സംസാരിക്കുന്നില്ല. ശബ്ദം എല്ലായിടത്തും ശബ്ദം. അതിന്റെ കൂടെ ഇലക്ഷന്റെ ബഹളങ്ങൾ. കുട്ടികളുടെ പരീക്ഷകൾ ഇവർക്കാർക്കും പ്രശ്നമല്ല. സകല വൃത്തികേടുകളും ചെയ്ത് റോഡുകൾ ആകമാനം അടച്ചിട്ട് ഇവരുടെ ഉല്ലാസങ്ങളും ആഘോഷങ്ങളും നടത്തി വരുന്നു എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. പക്ഷേ എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ നടത്തിയാൽ അവിടെ ശബ്ദം കൂടിപ്പോയി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. റോഡ് ആരും ഉപരോധിക്കുന്നില്ല, റോഡുകൾ തടസ്സം ചെയ്യുന്നില്ല. മാന്യമായ നിലയിൽ എവിടെയെങ്കിലും ഒതുങ്ങി ആരാധന നടത്തിയാൽ അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. ഇതൊന്നും നിയമത്തിന്റെ പിൻബലത്തോടല്ലെന്ന് നിങ്ങൾ അറിയണം. പ്രശ്നമുണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രശ്നമുണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ആരും ഉണ്ടാക്കില്ലെന്ന ധൈര്യത്തിന്മേൽ റോഡുകൾ മുഴുവൻ അടച്ചിട്ടും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചും റോഡുകളിൽ ഉത്സവം നടത്തിയും അധികാരത്തിന്റെ തിമിർപ്പും അഹങ്കാരവും ഇവർ കാണിക്കുമ്പോൾ നമ്മൾ ഒന്നറിയണം, നിയമങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി നമ്മെ നശിപ്പിക്കുന്ന കാലം വരികയാണ്. അതുകൊണ്ട് FCRA കുറിച്ച് നിങ്ങൾ ആരും ബേജാറാവണ്ട. അതിന്റെ പുറകിൽ മതപരിവർത്തന നിരോധന ബില്ലുണ്ട്. അതിന്റെ പുറകിൽ ഇവരുടെ തന്നെ ബലാത്കാരേണയുള്ള തകർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അധികാരം മുഴുവൻ അവരുടെ കയ്യിലായി എന്ന കാരണത്താൽ ഇതെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും എന്നവർ വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്തു. നമ്മളൊരു കാര്യം തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ആളാകയാൽ എല്ലാ നാളും നമ്മളോടുകൂടെ ഇരുന്നു കൊള്ളാമെന്ന വാക്ക് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാൽ ആ വാക്കിന് ഇന്നുവരെയും വ്യത്യാസം വന്നിട്ടില്ലെന്ന കാരണത്താൽ, നമ്മെ ചേർക്കുവാൻ എത്രയും വേഗം വരാൻ പോകുന്നു എന്ന കാരണത്താൽ നമുക്ക് കർത്താവിനോടൊപ്പം അക്കരെ യാത്രയ്ക്ക് ഒരുങ്ങാം. നമ്മെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തൽക്കാലത്തേക്ക് കേരളത്തിൽ BJP പുറത്തു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വാസം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. കരുതലോടെ, ബുദ്ധിയോടെ നിത്യതയ്ക്ക് ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.